പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം ഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളുടെ അസുഖത്തിന് കാരണമാകുന്ന ത്രിദോഷങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അസുഖത്തെ ഇല്ലാതാക്കാൻ സൗഖ്യത്തെ ഏവർക്കും ഏകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താണ് സൗഖ്യം? അതൊരു സഖ്യത്താലാണ് സൗഖ്യം. ആരുടെയൊക്കെ സഖ്യത്താലാണ് സൗഖ്യം? നവഗ്രഹങ്ങളുടെയും ഭൂമിയുടെയും സഖ്യത്താലാണ് ഈ പ്രപഞ്ചത്തിൽ സൗഖ്യമുണ്ടാകുന്നത്. നമ്മളുടെ ശരീരത്തിലേക്ക് വന്നാലോ, ഈ പ്രപഞ്ചത്തിന്റെ സുഖം, സൗഖ്യം നമ്മളുടെ ശരീരത്തിൽ വേദ്യമാവണമെങ്കിലോ അതിനെന്ത് വേണം? ആ പ്രപഞ്ചത്തിന്റെ സൗഖ്യം, സുഖം നമ്മളുടെ ശരീരത്തിലും അനുഭവപ്പെടണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ആരുടെയൊക്കെ സഖ്യം വേണം? 5 എലമെന്റ്സ്, അതായത് 5 മെറ്റീരിയൽ കൊണ്ടാണ് ഈ പ്രപഞ്ചവും നമ്മളുടെ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എർത്ത്, വാട്ടർ, എയർ, ഫയർ ആൻഡ് സ്കൈ. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന 5 മെറ്റീരിയലും 5 ഭൂതങ്ങളും അതിൽ നിന്നും ജനിച്ച നമ്മളുടെ ശരീരത്തിലുള്ള ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളും ചേർന്ന സഖ്യമാണ് സൗഖ്യത്തിന് കാരണം. അതായത് ഒന്നുകൂടി പറയാം, പ്രപഞ്ചത്തിലെ 5 മെറ്റീരിയൽ, മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന 5 മെറ്റീരിയലിനോട് നമ്മളുടെ ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കുന്ന 5 ഇന്ദ്രിയങ്ങളും ചേർന്ന ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളും ചേർന്ന സഖ്യമാണ് സൗഖ്യം. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളുടെ സഖ്യമാണ് സൗഖ്യത്തിന് കാരണം. ആ സഖ്യം വേണ്ട രീതിയിൽ ഇല്ല എങ്കിൽ സൗഖ്യം കുറയും. നമ്മൾ സ്വീകരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ 5 മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളുടെ സൗഖ്യവും വ്യത്യാസപ്പെടും. പ്രപഞ്ച സഖ്യമാണ്, സൗഖ്യമാണ് നമ്മളുടെ ശരീരത്തിന്റെ സുഖത്തിന് കാരണം. പ്രപഞ്ചവുമായിട്ടുള്ള ആ സഖ്യ റിലേഷൻ, ആ സൗഖ്യ റിലേഷൻ നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, മാനിക്കുന്നില്ല എങ്കിൽ, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്തനുഭവപ്പെടും? സുഖം അനുഭവപ്പെടുമോ? ഇല്ല, നമുക്ക് അസുഖം അനുഭവപ്പെടും. വേദത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: ത്രികണം, ദൈവ, ജൈവ, ശൈവകണം. ത്രികണത്താൽ ത്രിഗുണം, ത്രിഗുണം സൃഷ്ടിസ്ഥിതി സംഹാരം. ത്രികണം പഞ്ചഭൂതാത്മകം, പരബ്രഹ്മം പഞ്ചഭൂതാധിപം. പരബ്രഹ്മ കാരണം ബ്രഹ്മം, ബ്രഹ്മസ്ഥാനം ദ്രവ്യമൂലം, ദ്രവ്യമൂലസ്ഥാനം അപരബ്രഹ്മം, സർവദിവ്യം ദ്രവ്യമയം, ഏകദൈവം ആദിദ്രവ്യം. അപ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ത്രിഗണത്തെ ത്രിഗുണമാക്കുവാനായിട്ട് നമ്മൾ ആരാധനാഭാവത്തിൽ കാണുന്നു, ത്രിമൂർത്തി ഭാവത്തിൽ കാണുന്നു, ആരാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ത്രികാലത്തിന് വേണ്ടിയിട്ട്, ത്രിദോഷത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ത്രിദോഷം? ത്രിഗുണം പോലെ തന്നെ ദ്രവ്യം മോശമായാൽ, ഈ ദ്രവ്യം മോശമായാൽ എന്താവും? ത്രിദോഷമാകും. ത്രിഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? രജോ സത്വ തമോ ഗുണമാണ് ത്രിഗുണം. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം, ഇതാണ് ത്രിഗുണം. ഈ ത്രിഗണങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന 3 ഗുണങ്ങളാണ് ത്രിഗുണം. ത്രികണങ്ങൾ മോശമായാലോ? ഭാവി, ഭവി, ഭൂതം എന്ന് പറയുന്ന ത്രികാലങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ ത്രികണം മോശമായാലോ ത്രിദോഷം ഭവിക്കും. ദ്രവ്യം ജൈവമായി ഭവിച്ചിരിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ ഈ ത്രിദോഷവും പ്രത്യക്ഷമാകും. നമ്മളുടെ മരണത്തിന് തന്നെ കാരണമായിരിക്കുന്ന ആ ത്രിദോഷം നമ്മൾ എവിടെ പ്രത്യക്ഷമാവും? നമ്മളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകും. വാത, പിത്ത, കഫ. നമ്മളുടെ മരണത്തിന് തന്നെ കാരണമാകുന്നത് ഈ ത്രിദോഷങ്ങളാണ്. പ്രപഞ്ചത്തിലെ ത്രിഗുണത്തെ ഏകുന്ന ആ ത്രിഗണങ്ങളെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ, ആരാധനാഭാവത്തിൽ കണ്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ, ജാഗ്രതയോട് കൂടിയിട്ട് ജീവിച്ചില്ലെങ്കിൽ ത്രിദോഷം പ്രത്യക്ഷമാകും. വാതം, പിത്തം, കഫം എന്നിവ ശരീരത്തിൽ പ്രത്യക്ഷമാകും. അത് നമ്മളെ അപ്രത്യക്ഷമാക്കും. ഭൂതം ഭവിച്ചിരിക്കുന്ന നമ്മളുടെ ശരീരത്തെ അത് ശവമാക്കും. ഞാനീ പറയുന്നതെല്ലാം എൻ്റെ സിദ്ധാന്തങ്ങളല്ല, പിന്നെ ആരുടെ സിദ്ധാന്തമാണ്? ശ്രീരാമ സിദ്ധാന്തങ്ങളാണ്. നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് വന്നാൽ ത്രിഗുണങ്ങളുടെ, ത്രികണങ്ങളുടെ, ത്രിമൂർത്തികളുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ്? ദൈവഗണത്തിന്റെ ആസ്ഥാനം ശിരസാണ്, ജൈവഗണത്തിന്റെ ആസ്ഥാനം ഹൃദയസ്ഥാനമാണ്, ശൈവഗണത്തിന്റെ ആസ്ഥാനം തലസ്ഥാനം പാദങ്ങളിലുമാകുന്നു. ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേ ശിവം. അപ്പോ
ശിരസ്, ഹൃദയം, പാദം എന്നിവ ത്രിമൂർത്തികളുടെ തലസ്ഥാനാസ്ഥാനങ്ങളാകുന്നു. ത്രിമൂർത്തികളുടെ ആസ്ഥാനം പോലെ തന്നെ ത്രിദോഷങ്ങൾക്കും ആസ്ഥാനമുണ്ട്, തലസ്ഥാനമുണ്ട് നമ്മളുടെ ശരീരത്തിൽ. നെഞ്ചിന്, ചെസ്റ്റിന് മുകളിലേക്കാണ് കഫം, അതിന് താഴേക്ക് നാഭി വരെയാണ് പിത്ത. വാദത്തിന്റെ തലസ്ഥാനം പാദമാണ്. പാദങ്ങളിലാണ്, കാലുകളിലാണ് വാദം ഏറ്റവും കൂടുതൽ അസഹ്യത ഉണ്ടാക്കുന്നത്. അത് പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളുടെ സഖ്യം കുറയുമ്പോഴാണ് ആ സഖ്യത നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളുടെ ആചാരവും അനുഷ്ഠാനവും ആഹാരവുമെല്ലാം ത്രികാലങ്ങളാക്കി തിരിച്ച് ത്രിദോഷത്തെ നീക്കിയാണ് നമ്മൾ ജീവിതത്തെ ഒരു ആചരണ പദ്ധതിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ത്രികണത്തെ ശുദ്ധീകരിച്ച് ത്രിഗുണത്തെ അനുഭവിക്കുവാൻ, ത്രിദോഷങ്ങളെ നീക്കുവാൻ ത്രികാല ആചരണ പദ്ധതികളുമായിട്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ജ്ഞാന, ഇച്ഛ, ക്രിയാശക്തികളുടെ ആ വൈഭവത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ത്രിമൂർത്തി സഖ്യത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചവും ശരീരവും തമ്മിലുള്ള ഒരു സഖ്യത്താലാകുന്നു എന്ന് അറിയുക. നമ്മളുടെ സൗഖ്യം ഈ സഖ്യത്താലാണ്. ഈ സഖ്യം വിടരുത്. ഈ സഖ്യത്തെ നമ്മൾ മാനിക്കാതിരിക്കരുത്. നമ്മൾ മാനിക്കാതിരുന്നാലോ നമ്മൾ ഇരിക്കാനുണ്ടാവില്ല, നമ്മൾ തന്നെ ഇരിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന ത്രിദോഷങ്ങൾ, വാദം, പിത്തം, കഫം എന്നിവയെ പരിഹരിക്കാനായിട്ട് നമ്മളുടെ ആഹാരവും ആചാരവും അനുഷ്ഠാനവും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെയാണ് ഈ ത്രിദോഷത്തെ പരിഹരിക്കുവാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ പരിഹാരം എന്താണ്? എങ്ങനെയാണ് അതിൻ്റെ ആഹാര പദ്ധതികൾ, ആചരണ പദ്ധതികൾ, അനുഷ്ഠാന പദ്ധതികൾ? ഇതാണ് ദിനചര്യ എന്ന് പറയുന്നത്. ദിനചര്യ എങ്ങനെ മാറും? ഋതുക്കൾക്കനുസരിച്ച് മാറും. 6 ഋതുക്കൾക്കനുസരിച്ചിട്ടാണ് ഈ ദിനചര്യ മാറുന്നത്. 6 ഋതുക്കൾക്കനുസരിച്ച് ദിനചര്യയിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ശാസ്ത്രീയമാണ് ആ നിഷ്ഠ. ആ നിഷ്ഠ വിട്ടിട്ടൊരിഷ്ടം നമുക്കുണ്ടാവരുത്. അത് അനിഷ്ടത്തിന് കാരണമാകും. ഏതരിഷ്ടം കുടിച്ചാലും അത് മായുകയുമില്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. ഈ രീതിയിലുള്ള ജീവിത രീതിയാണ് ആയുർവേദം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ത്രിദോഷത്തെ മാറ്റാനായിട്ട് 24 മണിക്കൂറിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത് നിങ്ങൾ എല്ലാവരും ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം വിട്ടിട്ട്, എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളുടെ സുഖത്തിന് വേണ്ടി, നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടാലും എന്ന് ഒരു അപേക്ഷ.